ഹലോ ഫ്രണ്ട്സ്, കേരള PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് സിലബസിലുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില പോർഷൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് ഡേ മീൽ പദ്ധതിയെക്കുറിച്ചാണ്. മിഡ് ഡേ മീൽ പദ്ധതി ഇപ്പോൾ അറിയപ്പെടുന്നത് PM പോഷൻ അഥവാ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന പേരിലാണ്. ഇന്ത്യയിൽ മിഡ് ഡേ മീൽ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ 8ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഓർത്തിരിക്കുക, മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യയിൽ ഔദ്യോഗികമായി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. 1995 ഓഗസ്റ്റ് 15 ആരംഭിച്ചത്. അന്നേരം 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. എല്ലാ സ്കൂളുകളിലും, അതായത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ സ്കൂളുകളിലും മിഡ് ഡേ മീൽ പദ്ധതി നടപ്പാക്കണം എന്ന് സുപ്രീം കോടതി വിധി എന്നായിരുന്നു? 2001 നവംബർ 28 രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ സ്കൂളുകളിലും മിഡ് ഡേ മീൽ പദ്ധതി നടപ്പാക്കണം എന്ന സുപ്രീം കോടതി വിധി വന്ന ദിവസമാണ് 2001 നവംബർ 28. ഇന്ത്യ മുഴുവൻ മിഡ് ഡേ മീൽ പദ്ധതി നടപ്പിലാക്കിയത് 2008 ഏപ്രിൽ 1. അപ്പം ഇന്ത്യ മുഴുവൻ മിഡ് ഡേ മീൽ പദ്ധതി നടപ്പിലാക്കിയത് 2008 ഏപ്രിൽ 1. കേരളത്തിൽ മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ചത് 1984. അപ്പം ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയത് 2008 ഏപ്രിൽ 1. കേരളത്തിൽ 1984. ആദ്യമായിട്ട് സ്കൂളുകളിൽ മിഡ് ഡേ മീൽ പദ്ധതി തുടങ്ങിയ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ മധുരയിലുള്ള സൗരാഷ്ട്ര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ മിഡ് ഡേ മീൽ പദ്ധതി ആവിഷ്കരിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കാമരാജാണ്. അപ്പം ആദ്യമായിട്ട് സ്കൂളുകളിൽ മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ 1984 ആരംഭിച്ചത്. രണ്ടാമത് ആരംഭിച്ച സംസ്ഥാനമാണ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലാണെന്ന്, രണ്ടാമത് ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ മിഡ് ഡേ മീൽ പദ്ധതി നിലവിലുണ്ടായിരുന്ന യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. 1930 മുതൽ പുതുച്ചേരിയിൽ മിഡ് ഡേ മീൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോഷകാഹാരം ലഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 24. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഡ് ഡേ മീൽ പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരമാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രവർത്തിക്കുന്നത്. 2009 ജൂലൈയിലാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിലവിൽ വന്നത്. അപ്പം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം 2009 ജൂലൈ മാസത്തിലാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിലവിൽ വന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിതരണം ചെയ്യുന്ന ഭക്ഷ്യങ്ങൾ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യയോഗ്യമെന്ന് ഉറപ്പുവരുത്തുക, സംസ്ഥാനത്ത് സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കൽ, സംസ്ഥാനത്തെ ജനങ്ങളിൽ ഭക്ഷ്യസുരക്ഷ സംസ്കാരം വളർത്തൽ, സുരക്ഷിതമായ ആഹാരവും പോഷകാഹാരവും ഇവിടുത്തെ ജീവിത രീതി, ജനങ്ങളുടെ ജീവിത രീതിയാക്കി മാറ്റുക. ഇത്രയുമാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 4 ചുമതലകളാണ് പറയുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യയോഗ്യമെന്ന് ഉറപ്പുവരുത്തുക, സുരക്ഷിത ഭക്ഷ്യവസ്തു ലഭ്യത ഉറപ്പാക്കൽ, ഭക്ഷ്യസുരക്ഷാ സംസ്കാരം വളർത്തൽ, സുരക്ഷിതമായ ആഹാരവും പോഷക രീതിയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയാക്കി മാറ്റൽ. ഇനി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ ഭവൻ, തൈക്കാട്, തിരുവനന്തപുരത്താണ്. 2018 ഫെബ്രുവരി 18 KK ശൈലജ ടീച്ചറാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പം കേരള ഭക്ഷ്യസുരക്ഷാ ഭവൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ ഭവൻ, തൈക്കാട്, തിരുവനന്തപുരത്താണ്. 2018 ഫെബ്രുവരി 18 KK ശൈലജ ടീച്ചറാണിത് ഉദ്ഘാടനം ചെയ്തത്. ഇനി കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ
3 റീജിയണൽ ഓഫീസുകളാണുള്ളത്. എവിടേക്കാണ്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 3 റീജിയണൽ ഓഫീസുകളാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഉള്ളത്. ഇനി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആരാണെന്ന് നോക്കാം. VR വിനോദാണ് ഇപ്പോഴത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എന്ന് പറയുന്നത്. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, കേരള സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാണ് VR വിനോദ്. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAIയുടെ 3ാമത്തെ ലിസ്റ്റ് പ്രകാരം ഭക്ഷ്യസുരക്ഷയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മുടെ കേരളം 2ാമതാണ്. 3ാമത് നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പം FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 3ാമത്തെ ലിസ്റ്റ് പ്രകാരം ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ 1ാമത് നിൽക്കുന്നത് ഗുജറാത്താണ്. നമ്മുടെ കേരളം 2ാമതാണ്. 3ാമത് നിൽക്കുന്നത് തമിഴ്നാടാണ്. നമുക്കെല്ലാം ലോക ഭക്ഷ്യദിനം എന്നാണെന്നറിയാം. എന്നാണ്? ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ഓർത്തിരിക്കുക. എന്നാണ്? ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യദിനം ഒക്ടോബർ 16 ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. അപ്പം ഇത്രയും കാര്യങ്ങൾ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കുറിച്ച് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് EPOS മെഷീൻസ്. റേഷൻ കടകളിൽ ഇപ്പോൾ POS മെഷീനുകൾ, പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഷൻ വിഹിതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളിൽ എത്താതെ കരിഞ്ചന്തയിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയാണ് POS മെഷീനുകൾ റേഷൻ കടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2018 ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2018 ജനുവരിയിലാണ് POS മെഷീനുകളുടെ ഇൻസ്റ്റലേഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആദ്യമായിട്ട് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. ഇനി ഇതിൽ ഈ POS മെഷീനിൽ ഗുണഭോക്താവിനെ തിരിച്ചറിയൽ മാർഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ബയോമെട്രിക് സംവിധാനങ്ങളായിട്ടുള്ള വിരലടയാളം അല്ലെങ്കിൽ ഐറിസ്, കൃഷ്ണമണിയുടെ ഓതൻറ്റിഫിക്കേഷൻ ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പറും ഗുണഭോക്താവിനെ തിരിച്ചറിയാൻ വേണ്ടി POS മെഷീനുകളിൽ ഉപയോഗിക്കുന്നു. അപ്പം റേഷൻ വിഹിതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലെത്താതെ കരിഞ്ചന്തയിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയാണ് POS മെഷീനുകൾ റേഷൻ കടയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനം 2018 ജനുവരിയിലായിരുന്നു. ആദ്യം നിലവിൽ വന്നത് കരുനാഗപ്പള്ളിയിലാണ്. ഗുണഭോക്താവിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് വിരലടയാളം, ഐറിസ് ഓതൻറ്റിഫിക്കേഷൻ തുടങ്ങിയ ബയോമെട്രിക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് POS മെഷീനിൽ ഗുണഭോക്താവിനെ തിരിച്ചറിയുന്നത്. നെക്സ്റ്റ് നമുക്ക് സബ്ല എന്ന സ്കീമിനെ കുറിച്ച് പഠിക്കാം. സബ്ല പദ്ധതി 11 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സബ്ല. SABLA. ഓർത്തിരിക്കുക. 11 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അരി, ഗോതമ്പ്, റാഗി, ചോളം എന്നീ ഭക്ഷ്യവസ്തുക്കളാണ് ഇത് പ്രകാരം വിതരണം ചെയ്യുന്നത്. അപ്പോൾ സബ്ല സ്കീം 11 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അരി, ഗോതമ്പ്, റാഗി, ചോളം എന്നിവയാണ് സബ്ല പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സപ്ലൈകോ ആരംഭിക്കാൻ പോകുന്ന ഓൺലൈൻ വിപണിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സപ്ലൈകോ ഓൺലൈൻ വിപണി സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കാൻ വേണ്ടി നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് സപ്ലൈകോ ഓൺലൈൻ വിപണി ആരംഭിക്കാൻ പോകുന്നത്. നഗരങ്ങളിലാണ് സപ്ലൈകോയുടെ ഓൺലൈൻ വിപണി ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. 2022 മാർച്ചോടെ നഗരങ്ങളിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളും, നഗരങ്ങളിൽ ഇപ്പോൾ ഏകദേശം 485 സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെയെല്ലാം 2022 മാർച്ചോടുകൂടി ഓൺലൈൻ വിപണി ആരംഭിക്കാനാണ് സപ്ലൈകോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം 8 കിലോമീറ്റർ പരിധി വരെ, അതായത് സപ്ലൈകോയിൽ നിന്നും അവിടുത്തെ ലോക്കൽ സപ്ലൈകോയിൽ നിന്നും 8 കിലോമീറ്റർ പരിധി വരെ സാധനങ്ങൾ എത്തിക്കാൻ 35 രൂപയാണ് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സപ്ലൈകോ കരാർ ഒപ്പിട്ടിരിക്കുന്ന സ്വകാര്യ സ്ഥാപനമാണ് ബിഗ് സോഫ്റ്റ് ടെക്നോളജീസ്.
പേര് ഓർത്തിരിക്കുക. സപ്ലൈകോ ഓൺലൈൻ വിപണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് വേണ്ടി കരാർ ഒപ്പിട്ട സ്വകാര്യ സ്ഥാപനമാണ് ബിഗ് സോഫ്റ്റ് ടെക്നോളജീസ്. 24 മണിക്കൂറിനകം, അതായത് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം സാധനം ലഭ്യമാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ എറണാകുളം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് സപ്ലൈകോ ഓൺലൈൻ വിപണികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. എവിടേക്കാണ്? എറണാകുളത്തും തിരുവനന്തപുരം കോർപ്പറേഷനുകളിലാണ് ലോക്ക്ഡൗൺ കാലത്ത് സപ്ലൈകോ ഓൺലൈൻ വിപണികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത്. സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഓൺലൈൻ വിപണിയിൽ ലഭ്യമാവത്തില്ല. എന്നാൽ പാൽ, മത്സ്യം, പച്ചക്കറി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനുമാണ് സപ്ലൈകോ പദ്ധതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്